ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംസാരിക്കുന്നത് AI ജനറേറ്റഡ് വോയിസ് ആണ്. എല്ലാവർക്കും കുഞ്ഞൂസ് 293 മീഡിയ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് വീട്ടിൽ തന്നെ വിത്ത് വാങ്ങി തൈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ എല്ലാവരും കാണുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. വീഡിയോ കാണുന്നതിന് മുൻപ് തീർച്ചയായും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് ഓണാക്കുക. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം. ഈ ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നത് പത്തനംതിട്ട ജില്ല അടൂർ കൃഷിഭവനിലെ തൈ ഉത്പാദന യൂണിറ്റിലെ ശ്രീമതി രമ്യയും ശ്രീമതി മറയമ്മയുമാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ചക്കറി തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ്. ആദ്യമായി അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായി നമ്മൾ ആദ്യം ചകിരിച്ചോറാണ് എടുക്കുന്നത്. ഇതുപോലെ ഒരു ബോക്സ് ചകിരിച്ചോറ് എടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കുക, നന്നായി കുതിർത്തെടുക്കുക. കുതിർത്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മറ്റ് 3 ഐറ്റംസും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഒന്നാമതായിട്ട് പെർലൈറ്റ്. ഈ പെർലൈറ്റ് ഇതിലെ ഒരു ബോക്സ് ചകിരിച്ചോറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പെർലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു 3 പിടിയായിട്ട് നമ്മൾ ഉപയോഗിക്കണം. 3 പിടി ഇട്ട് കൊടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം വെർമിക്കുലേറ്റ്. ഇതാണ് വെർമിക്കുലേറ്റ്. മിനുക്കം പോലുള്ള ഒരു മിനുക്ക് പോലെ ഇരിക്കുന്ന ഒരു സാധനം. ഇതൊക്കെ ഇത് വേരുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് കീടങ്ങളെ നശിപ്പിക്കുന്നതിനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്. സുഡോമോണൈസ് അതാണ്. അത് കൈ കൊണ്ട് നമ്മൾ ഇതും അതുപോലെ തന്നെ കൈ അളവാണ്. കൈ അളവല്ല, നമുക്കൊരു 1 കിലോ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 കിലോ സാധനം നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് അടുത്തായി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ചാണകമാണ്. ചാണകവും ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഈ ചകിരിച്ചോറും ഈ പെർലൈറ്റ്, വെർമിക്കുലേറ്റർ, സൂഡോമോണൈസ്, അതിനുശേഷം ചാണകപ്പൊടി, ഇത്രയും സാധനങ്ങളുടെ മൊത്തത്തിൽ മിക്സ് ചെയ്ത് ഒരു പുട്ടുപൊടി പരുവത്തിലാക്കി നമ്മൾ ഇതിനെ എടുക്കണം. ഈ മിശ്രിതത്തെ അങ്ങനെ എടുത്ത മിശ്രിതമാണ് ഈ കിടക്കുന്നത്. ഈ പുട്ടുപൊടി പരുവം നമ്മൾ പുട്ടിൽ ഉണ്ടാക്കുന്ന അതേ പരുവാണിത്. ആ പരുവത്തില് അത്രയും നനവ് വേണം. നമ്മൾ നനച്ച് ഇത് തയ്യാറാക്കി എടുക്കുക. അടുത്തായി നമുക്ക് ഈ മിശ്രിതം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം എങ്ങനെ നമുക്ക് ഈ ട്രേയിലേക്ക് നിറയ്ക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനായി നമ്മൾ ആദ്യമായി ഇതേലെ ഒരു ട്രേ എടുക്കുക. അതിലേക്ക് വെള്ളം നന്നായിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇതിപ്പോ ഞാൻ ഓൾറെഡി നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന ട്രേ ആണ്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ മിശ്രിതം ഇങ്ങനെ നന്നായിട്ട് ഇതുപോലെ നമ്മൾ എല്ലാ കുഴിയിലും എത്തത്തക്ക വിധത്തില് ആക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ 2 ട്രേ എടുത്തതിന് ശേഷം ഇതേപോലെ 2 ട്രേ അടുപ്പിച്ച് വെക്കണം. നമ്മൾ ആദ്യം ഒരു ട്രേയിലാണ് ഈ മിശ്രിതം നിറച്ചത്. അതുപോലെ 2 ട്രേ അടുപ്പിച്ച് വെച്ചിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഓരോ ഇതിലും കുഴികൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിലേക്ക് ആവശ്യമായ വിത്തുകൾ ഇട്ട് കൊടുക്കുകയാണ് അടുത്തായി ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മൾ വിത്തെടുത്ത് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ വിത്തുകൾ നമ്മൾ ഇതിലേക്ക് പാകി കൊടുക്കുകയാണ്. ഇതിപ്പോ അമരയുടെ വിത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അമര വിത്ത് ഓരോന്നായിട്ട് കുഴികളിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളിത് എല്ലാ കുഴികളിലും ഇങ്ങനെ നിറച്ചു കൊടുക്കുക. എല്ലാ വിത്തുകളും ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ഈ മിശ്രിതം ഇടുകയാണ്. ഇങ്ങനെ വീണ്ടും അതേപോലെ തന്നെ ഈ മിശ്രിതം ഇട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ചെയ്തു ഇങ്ങനെ കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ആ ട്രേ എടുത്തിട്ട് വീണ്ടും അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. പ്രസ് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ വിത്ത് പാകി മുളപ്പിക്കാനായി തയ്യാറാക്കി വെക്കുന്നത്. ഇത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ, നമ്മൾ അരിച്ചാക്ക് മതി. അരിച്ചാക്ക് 2ആയിട്ട് കീറിയിട്ടതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പൊ എടുത്തിരിക്കുന്നത് അതല്ല, അല്ലാതുള്ള ചാക്കാണ്. അരിച്ചാക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത് കെട്ടാനായിട്ട്. അത് 2ആയിട്ട് കീറിയതിന് ശേഷം അതിനെ നമ്മൾ 2ആയിട്ട് മടക്കുക. വീണ്ടും മടക്കിയിട്ട്
ഒരു ട്രേ നമ്മൾ വെച്ചിട്ടുള്ളൂ. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു 6 ട്രേ 4 ട്രേ അങ്ങനെ ഒരു കണക്കനുസരിച്ച് നമുക്ക് വെച്ച് കെട്ടാവുന്നതാണ്. അപ്പൊ നമ്മുടെ ചാക്കിന്റെ വീതിയും നീളവും അനുസരിച്ച് ആണ് നമ്മളത് കെട്ടിവെക്കുന്നത്. അപ്പൊ നമ്മൾ എന്നിട്ട് ഇതിനെ കെട്ടിവെക്കുകയാണ് ഇനി ചെയ്യുന്നത്. അതിനായി നമ്മൾ പ്ലാസ്റ്റിക് കെട്ടി ഇത് വെച്ചതിന് ശേഷം നമ്മൾ കയറ് ഇതെടുത്തിട്ട് ഇതിന്റെ 2 സൈഡിലും നമ്മളിങ്ങനെ കയറ് വെച്ചിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സൈഡ് ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചുമ്മാ ഇങ്ങനെ കെട്ടിവെക്കുന്നതായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ലതായിട്ട് മടക്കി വൃത്തിയായിട്ട് കെട്ടി ഇതിപ്പോ പയർ ഞാൻ പറഞ്ഞത് അമരയല്ലായിരുന്നു ഇട്ടെന്ന് പറഞ്ഞത്. ഇതിപ്പം അമര ആയതുകൊണ്ട് 3 ദിവസം കൊണ്ട് നമുക്ക് ഇതിനെ തുറന്നു നോക്കണം. എന്നും നമ്മൾ ഈ കെട്ടിന്റെ മുകളിൽ വെള്ളം ഒഴിക്കണം. 3 ദിവസം കൊണ്ട് നമുക്കിത് തുറന്ന് എടുക്കുമ്പോഴത്തെ 3-ാമത്തെ ദിവസം ചെറിയ മുളകൾ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിനെ തുറന്ന് നമ്മൾ വെച്ചതിന് ശേഷം ഇതിനാവശ്യമായ 90 നമുക്ക് ആദ്യത്തെ ദിവസം ഒഴിക്കേണ്ട, 2 ദിവസം കഴിഞ്ഞ് 90 ഒഴിച്ചു കൊടുക്കുക. അത് ഒരു 2 ml ഒരു 5 ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. തന്നെ ഇത് വളർന്നു വന്നോളൂ. നിങ്ങൾക്ക് ഇഷ്ടത്തിന് പച്ചക്കറി തൈകള് വീട്ടിൽ ഉപയോഗിക്കാം. കർഷകർക്ക് അല്ലാതെ തന്നെ ഉപയോഗിക്കാം. എന്നും നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത് അവരവരുടെ വീട്ടിലെ പയറായാലും പിന്നെ അമരക്ക ആയാലും എല്ലാം നമുക്ക് തന്നെ മുളപ്പിച്ച് എടുക്കാം. ഇങ്ങനെയാണ് അവസാനം ഇത് കെട്ടി റെഡിയാക്കി എടുക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾ വൃത്തിയായിട്ട് കെട്ടിവെച്ച് പിന്നെ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നല്ല ഇതായിട്ട് കെട്ടിവെക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഹ്യൂമിഡിറ്റി ഇരുന്ന് അത് വിത്തുകൾ മുളച്ച് വരത്തക്ക വിധത്തിലാണ് നമ്മളിത് കെട്ടിയിരിക്കുന്നത്. ഇതിന്റെ പുറത്ത് എന്ന് നിങ്ങൾ രാവിലെ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക വേണം. അതുപോലെ തന്നെ ഇത് 3 ദിവസം കഴിഞ്ഞിട്ട്, ഇത് പയറാണെങ്കിൽ നമുക്ക് 3 ദിവസം, മറ്റുള്ള പിന്നെ മുളകോ പിന്നെ വഴുതനയോ അങ്ങനെയുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ദിവസമാണ് ഇത് മുളച്ചു വരാനായിട്ട് വേണ്ടത്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.